ചേക്കിഴ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ അതിപ്രശസ്തമായ ഒരു കഥയിലേക്കാണ് നാം ഇനി കിടക്കുന്നത്. ചേക്കിഴ സ്വാമി 186 പാടലുകളായിട്ട് പെരിയ പുരാണത്തിൽ കണ്ണപ്പ നയനാർ എന്ന് പറഞ്ഞ മഹാഭക്തൻ്റെ ജീവിത ഇതിഹാസം വരച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണപ്പ നയനാരുടെ കഥ ഭക്തിയുടെ ഉന്മത്ത ലഹരിയിൽ വിഹരിക്കുന്ന ഏവരെയും എന്നും കോരിത്തരിപ്പിച്ചിട്ടുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ശങ്കര ഭഗവത്പാദരാണ്. ഭഗവാൻ ശങ്കര ഭഗവത്പാദർ ആനന്ദലഹരിയിൽ ശിവാനന്ദ ലഹരിയിൽ എഴുതിയ ഒരു മഹാകാവ്യമുണ്ട്. ആ കാവ്യത്തിൻ്റെ പേര് ശിവാനന്ദ ലഹരി എന്ന് തന്നെയാണ്. ആ ശിവാനന്ദ ലഹരിയിൽ 63-ാമത്തെ ശ്ലോകം മുഴുവനും കണ്ണപ്പ നായനാരുടെ ജീവിതകഥയെ സംക്ഷേപിക്കാനും കണ്ണപ്പ നായനാരുടെ തീവ്ര ഭക്തിക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കാനും വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമുക്ക് ശങ്കര ഭഗവത്പാദരുടെ ആ ശിവാനന്ദ ലഹരിയിലെ അതിപ്രശസ്തമായ അതിശ്രേഷ്ഠമായ ആ കണ്ണപ്പ കീർത്തനം നമുക്ക് കേൾക്കാം. മാർഗാവർത്തിത പാതുക പശുപതേ രംഗസ്യ കൂർച്ചയായതേ ഗണ്ഡുഷാംബു നിഷേചനം പുരരിപോർ ദിവ്യാഭിഷേകായതേ കിഞ്ചിത് ഭക്ഷിത മാംസശേഷകബളം നവ്യോപഹാരായതേ ഭക്തിം കിം ന കരോത്യഹോ വദാച്ചരോ ഭക്താവദംസായതേ. ഇതാണ് ശങ്കര ഭഗവത്പാദർ തൻ്റെ പൊൻതൂലികയിൽ തൻ്റെ മനീഷയിൽ എഴുതിയ അതിപ്രശസ്തമായ കണ്ണപ്പ കീർത്തനം. അതിനർത്ഥം കൂടി നമുക്ക് നോക്കാം. അതിനു മുമ്പ് അതിൻ്റെ അർത്ഥതലത്തിലേക്ക് നമുക്ക് കിടക്കാം. തേഞ്ഞ ചെരുപ്പ് ധരിച്ച കണ്ണപ്പൻ തൻ്റെ ചെരുപ്പ് പശുപതിയുടെ അംഗത്തിന് കൂർച്ചമായി തീരത്തക്ക വിധത്തിൽ സമർപ്പിച്ചു. കവിൾ കൊണ്ട വെള്ളം കൊണ്ട് അദ്ദേഹം പുരരിപുവിനെ അഭിഷേകം ചെയ്തു. കുറേ ഭാഗം കടിച്ചു നിന്ന് ശേഷിച്ച ഇറച്ചി കഷ്ണം പുതിയ നിവേദ്യോപഹാരമായി ആ കാട്ടാളൻ ഭഗവാന് സമർപ്പിച്ചു. എന്തൊരാശ്ചര്യം! ഭക്തി കൊണ്ട് എന്താണ് ചെയ്യാത്തത്? ഈ ഭക്തി കൊണ്ട് എന്തൊക്കെ നേടാൻ കഴിയുമെന്നാണ് ഇവിടെ ശങ്കരാചാര്യർ അത്ഭുതപ്പെടുന്നത്. ശരിയാണ്, ഈ ഭക്തി കൊണ്ട് കണ്ണപ്പൻ 6 ദിവസം കൊണ്ട് തന്നെ മുക്തി പ്രാപിച്ചു. സാമീപ്യമുക്തി എന്ന് പറയുന്ന മുക്തി അദ്ദേഹം നേടി. അതായത് ഭഗവാൻ ശിവൻ തൻ്റെ വലതുഭാഗത്ത് സ്ഥിരമായി കണ്ണപ്പനെ പ്രതിഷ്ഠിക്കുന്ന കാഴ്ചയാണ് നാം കാളഹസ്തിയിൽ കാണുന്നത്. അപ്പോൾ ഇത്രയേറെ ദിവ്യമായ ഇത്രയേറെ മഹത്വമേറിയ കണ്ണപ്പ നായനാരെ കുറിച്ച് 186 ശ്ലോകങ്ങളിലൂടെ പെരിയ പുരാണ കർത്താവായ ചേക്കിഴ സ്വാമി വിവരിക്കുന്നത് ഓരോ ശ്ലോകവും നമ്മെ കോരിത്തരിപ്പിക്കുന്നതാണ്. ഭക്തിയുടെ ഏറ്റവും ഉന്മാദ ലഹരിയിൽ നമ്മെ കൊണ്ട് എത്തിക്കുന്നതാണ്. മാത്രമല്ല, കണ്ണപ്പ നായനാരുടെ കഥ തമിഴകത്ത് മാത്രമല്ല, ദക്ഷിണേന്ത്യയിലും അതേപോലെ ഉത്തരേന്ത്യയിലും ഈ കഥ വളരെയേറെ പ്രചരിച്ചിരുന്നു. ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന കാലങ്ങളിലും ഈ കഥ ജനങ്ങളുടെ ഭക്തിയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഭക്തഹൃദയങ്ങളെ കോരിത്തരിപ്പിച്ചുകൊണ്ട് വിലസുമെന്ന് തീർച്ചയാണ്. കാരണം കണ്ണപ്പ നായനാരുടെ കഥ പറയാത്ത കവികളില്ല, പാടാത്ത കവികളില്ല. അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പാടാത്ത കവികളില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം നാം ഇപ്പോൾ ശങ്കര ഭഗവത്പാദരുടെ കണ്ടു. ഇതേപോലെ തന്നെ മാണിക്യവാചകർ തിരുവാചകത്തിൽ കണ്ണപ്പ നായനാരെ അത്യധികം പ്രശംസിച്ചുകൊണ്ട് കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ മാണിക്യവാചകരുടെ ഏറ്റവും പ്രശസ്തമായ തിരുവാചകത്തിൽ കണ്ണപ്പ നായനാർക്ക്
പ്രമുഖ സ്ഥാനമാണ് മാണിക്യവാചകർ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ തേവാരം കവികൾ, തിരുஞான സംബന്ധർ, അപ്പർ തുടങ്ങിയ തേവാരം കവികളും ഈ കണ്ണപ്പ നായനാരുടെ കഥ വളരെ വിസ്തരിച്ച് പാടി പുകഴ്ത്തി ആത്മനിർവൃതി അടഞ്ഞിട്ടുണ്ട്. ഈ ഗാനങ്ങൾ ആലപിക്കുക, ഈ ഗാനങ്ങളെക്കുറിച്ച് കേൾക്കുക, ഈ ഗാനങ്ങൾ സ്മരിക്കുക, അതുതന്നെ ഏറ്റവും വലിയ ശിവപൂജയായിട്ട് കരുതപ്പെടുന്ന ഒരു വലിയ ജനവിഭാഗം ഇന്നും തമിഴകത്തുണ്ട്. കണ്ണപ്പ നായനാരുടെ കഥയാണ് നാം ഇവിടെ പെരിയ പുരാണത്തിൽ വർണ്ണിക്കുന്ന ആ കഥ വിശദമായിട്ട് കാണാൻ പോകുന്നതാണ്. ഈ കണ്ണപ്പ നായനാർ കേരളത്തിലൊരു മഹാകവിയെയും കോരിത്തെരിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല, മഹാകവി കുമാരനാശനാണ്. അദ്ദേഹത്തിൻ്റെ ശാങ്കര ശതകത്തിലെ ഒരു ശ്ലോകം മുഴുവനും ഈ കണ്ണപ്പ നായനാരെ പ്രകീർത്തിക്കാൻ വേണ്ടി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ആ കവിത കൂടി ഒന്ന് കാണാം. കണ്ണർപ്പം തവ കഴിച്ചു വരിച്ച കണ്ണൻ, കണ്ണപ്പനും കരുണ ചെയ്തതിൽ എന്ത് ചിത്രം, വർണ്ണിക്കുവാനും അതിലൻപണിയാതെ വാടും ഉണ്ണിക്ക് അലിഞ്ഞ് അരുളികിൽ കരുണാകരൻ നീ എന്നാണ് ശിവനെ സ്തുതിക്കുന്നത്. അപ്പോൾ കണ്ണർപ്പണം തവ കഴിച്ചു വരിച്ച കണ്ണൻ, കണ്ണൻ്റെ പേര് കണ്ണപ്പൻ്റെ പേരാലും കണ്ണപ്പൻ എന്നായിരുന്നില്ല, തിണ്ണൻ എന്നായിരുന്നു, ഒരു വേടനായിരുന്നു. ഈ വേടനായ കണ്ണർപ്പണം തവ കഴിച്ചു വരിച്ച കണ്ണൻ എന്ന് പറയുന്നത്. അതായത് വേടനായ തിണ്ണൻ എന്തായി മാറുന്നു? കണ്ണപ്പനായി മാറുന്നു. അത് ശിവൻ തന്നെ വിളിച്ച പേരാണ്. ഭഗവാൻ തനിക്ക് കണ്ണ് സമർപ്പിച്ചപ്പോൾ തിണ്ണൻ എന്ന പേര് മാറ്റി കണ്ണപ്പൻ എന്ന് തിണ്ണനെ വിളിച്ച് കണ്ണപ്പ എന്ന പേര് അനശ്വരമാക്കി തീർത്തു. ഭക്തരുടെ ലോകത്ത് ഏറ്റവും അനശ്വരനാക്കി തീർത്തു. ഇവിടെ കണ്ണപ്പൻ ചെയ്ത പ്രവൃത്തികളെല്ലാം തന്നെ ശരിക്കും പ്രാകൃതമെന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. അദ്ദേഹം ചെരുപ്പാണ് ഭഗവാന്റെ തലയിൽ വച്ചത്. അതായത് ശ്രീ പരമേശ്വരന് വിഗ്രഹത്തിൽ സാധാരണ ബ്രാഹ്മണരെല്ലാം ചെയ്യുന്ന കൂർച്ചം സമർപ്പിക്കാറുണ്ട്, അതായത് ദർഭ സമർപ്പിക്കാറുണ്ട്. അതിന് കൂർച്ചം എന്ന പദമാണ് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നത്. അതിന് പല അർത്ഥങ്ങളുണ്ട്. നമുക്ക് ഇതിലെ ഒരർത്ഥം മാത്രം നോക്കാം. ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുമ്പോൾ ദർഭപ്പുല്ല് കൂർച്ചമാക്കി അത് വിഗ്രഹത്തിൻ്റെ മുകളിൽ വച്ചിട്ട് അതിൽ അഭിഷേക ജലം ഒഴിക്കുന്ന ഒരു പൂജാരീതിയുണ്ട്. കണ്ണപ്പന് ദർഭ കൊണ്ടുള്ള കൂർച്ചത്തിൻ്റെ പ്രാധാന്യമൊന്നും നിശ്ചയമില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ കാലിൽ ധരിച്ചിരുന്ന പഴയ തോൾച്ചെരുപ്പ് ശിവലിംഗത്തിൻ്റെ മേൽ വച്ച് ആരാധിക്കുകയാണ് ചെയ്തത്. നോക്കൂ, കാലിൽ ധരിച്ചിരുന്ന ചെരുപ്പ് കൂർച്ചമാക്കി മാറ്റിക്കൊണ്ടാണ് അയാൾ പൂജ ചെയ്യുന്നത്. അപ്പോൾ എത്ര പ്രാകൃതമായ പൂജ നോക്കൂ. സ്വന്തം കാലിലെ ചെരുപ്പാണ് കൂർച്ചമാക്കി മാറ്റിയത്. അതുപോലെ വായിലാണ് ജലം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുന്നത്. അതുപോലെ ഇറച്ചി, വേട്ടയാടി കിട്ടിയ ഇറച്ചി രുചിയുള്ളതാണോ എന്നറിയാൻ വേണ്ടി കടിച്ചു നോക്കുന്നു. അതിനുശേഷം ഉള്ള ഇറച്ചിയാണ് ഭഗവാന് നിവേദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ പ്രാകൃതമായ ആരാധനാ സമ്പ്രദായം ആണെങ്കിൽ പോലും ഇയാളുടെ തീവ്രമായ ഭക്തി ഒന്നുകൊണ്ട് മാത്രം ഭഗവാൻ അയാൾക്ക് പ്രത്യക്ഷനായിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൂജയുടെ ആ തരതമ ഭേദങ്ങളൊന്നുമല്ല നോക്കുന്നത്, അത് എത്ര ആത്മസമർപ്പണത്തോടെയാണ് സമർപ്പിക്കുന്നത്, അതിലാണ് കാര്യം. അപ്പോൾ നാം ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂജ ചെയ്യുമ്പോൾ എത്ര കണ്ട് ആത്മാർപ്പണത്തോടെ, ആത്മസമർപ്പണത്തോടെ, ശരണാഗതിയോടെയാണോ ആ പൂജ ചെയ്യുന്നത്, ആ പൂജ ഏത് തരത്തിലുള്ള പ്രാകൃത പൂജയാണെങ്കിലും ഭഗവാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഓരോ ജനവിഭാഗത്തിനും അവരുടേതായ ജീവിത രീതിയുണ്ട്. ആ ജീവിത രീതിക്ക് അനുസരിച്ചുള്ള പൂജാവിധാനങ്ങളായിരിക്കും ഭഗവാന് നൽകുക. അത് നമ്മൾ പരിഷ്കൃതരായ നമ്മുടെ ഭാഷയിൽ അതിനെ പ്രാകൃതം അല്ലെങ്കിൽ നിന്ദ്യം
എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നത് ഉചിതമല്ല. അവർ അവരുടേതായ രീതിയിൽ പ്രാകൃത ജനങ്ങൾ അവരുടെ പ്രാകൃതമായ ജീവിത രീതി അനുസരിച്ചുള്ള പൂജാവിധികളായിരിക്കും ഭഗവാന് സമർപ്പിക്കുന്നത്. അത് എത്ര തരത്തിലുള്ള പൂജയാണെങ്കിലും, ഏത് തരത്തിലുള്ള ഏത് സമ്പന്നമായ പൂജയാണെങ്കിലും, അതേപോലെ പ്രാകൃതമായ പൂജയാണെങ്കിലും, ദിവ്യമായ പൂജയാണെങ്കിലും, എല്ലാ പൂജകളുടെ പിന്നിലുമുള്ള കാര്യം ആത്മസമർപ്പണമാണ്. ഭക്തൻ്റെ ആത്മസമർപ്പണമാണ്. ശിവൻ ഭഗവാനോട് അല്ലെങ്കിൽ താൻ പൂജിക്കുന്ന ഈശ്വരനോട് അങ്ങേയറ്റത്തെ ആത്മസമർപ്പണത്തോടെ, ആത്മനിവേദനത്തോടെ, അതേപോലെ തന്നെ ആത്മസമർപ്പണം എന്ന് പറയുമ്പോൾ അത് സമ്പൂർണ്ണ ശരണാഗതിയാണ്. ആ ശരണാഗതിയുടെ ആരാണോ പൂജ ചെയ്യുന്നത്, ആ പൂജ 100% ആത്മാർത്ഥതയോടെ തൻ്റെ ഹൃദയം തന്നെ പൂജിക്കുന്ന തരത്തിലുള്ള ആത്മാർത്ഥതയോടെ പൂജിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ ആ പൂജ സ്വീകരിച്ച് ആ ഭക്തനെ അനുഗ്രഹിക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്ന് ഇവിടെ ചേക്കിഴാസ്വാമി മാത്രമല്ല, ശങ്കര ഭഗവത്പാദർ മാത്രമല്ല, ലോകത്തിലെ എല്ലാ യോഗിവര്യന്മാരും ഇത് തന്നെ നമ്മളോട് വീണ്ടും വീണ്ടും പറയുന്നു. അപ്പോൾ ആത്മസമർപ്പണത്തോടെ ഭഗവാനെ പൂജിക്കുക. ഇതിന് പരം മറ്റൊരു പൂജയില്ല. അത് വാക്കുകൾ കൊണ്ടായാലും, പുഷ്പങ്ങൾ കൊണ്ടായാലും, അല്ലെങ്കിൽ താൻ കഴിക്കുന്ന ആഹാരങ്ങൾ കൊണ്ടായാലും, തൻ്റെ ഏറ്റവും മോശമായ പ്രാകൃത ജീവിത രീതി കൊണ്ടാണെങ്കിലും അതെല്ലാം ഭഗവാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. അതിനെ പുച്ഛിക്കാനോ അതിനെ അവഹേളിക്കാനോ പരിഷ്കൃത ജനവിഭാഗത്തിന് ഒരവകാശവുമില്ല. പരിഷ്കൃത ജനവിഭാഗം പലപ്പോഴും നിന്ദ്യമെന്ന് കരുതുന്ന പല ജീവിത രീതികളും പ്രാകൃത ജനവിഭാഗങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അവർ ആ രീതിയിലായിരിക്കും ഭഗവാനെ ആരാധിക്കുക. ആ ആരാധനയിൽ നാം എതിർക്കുകയോ അല്ലെങ്കിൽ അതിനെ അവഹേളിക്കുകയോ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. അത് വിവേകിതയല്ല താനും. ഇതാണ് ഇവിടെ ചേക്കിഴാസ്വാമി കണ്ണപ്പ നായനാരുടെ കഥയിലൂടെ, ആ തീവ്രഭക്തിയുടെ, ആ ആത്മസമർപ്പണത്തിൻ്റെ കഥയിലൂടെ നമ്മളോട് പറയുന്നത്. ഓം ശിവായ നമഃ.